പ്രേമിച്ചുകൊണ്ടിരുന്ന കാലത്ത് 1 മണി 2 മണി വരെ ആയാലും നമ്മളെ ഉറക്കാത്ത പുരുഷന്മാരുണ്ട്. ഈ ആൾക്കാർ കല്യാണം കഴിഞ്ഞ ഉടനെ കിടന്നങ്ങ് ഉറങ്ങാൻ തുടങ്ങും. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവൻ അവന്റെ ജീവിതം മാത്രം നോക്കിയത്. കല്യാണം കഴിഞ്ഞ് വരുമ്പോ ഈ പെണ്ണിന് റെസ്പോൺസിബിലിറ്റി അവന്റെ തലയില്ല. ചുമ്മാണ് റെസ്പോൺസിബിലിറ്റി കൂടുന്നോണ്ടൊന്നല്ല ഈ പ്രണയം കുറയുന്നത്. ഇതിനകത്ത് നായകനും വില്ലനും ഒറ്റ ഒരാളാണ്, ഡോപ്പമീൻ എന്ന് പറയുന്ന ഹോർമോൺ. പ്രണയത്തിന്റെ ആദ്യ ഘട്ടത്തിൽ ശരീരത്തിൽ ഡോപ്പമീൻ റഷ് തന്നെ ഉണ്ടാകുന്നുണ്ട്. സാധാരണയെക്കാട്ടി കൂടുതൽ ഡോപ്പമീൻ ഹോർമോണിന്റെ അളവ് തലച്ചോറിൽ കൂടുതലായിരിക്കും. പാർട്ണറുമായിട്ടുള്ള നമ്മുടെ മൊമെന്റ്സിനൊക്കെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഫീൽ നൽകുന്നത് ഈ ഒരു ഹോർമോണാണ്. മാനസികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്ത് അതിന്റെ ഒരു പൂർണ്ണതയിൽ എത്തുന്നത് പോലെ തന്നെ ശാരീരികമായിട്ടുള്ള ഷെയറിംഗ് നടക്കും. ഈ ഷെയറിംഗിന്റെ ഒരു അവസാന ഘട്ടത്തിലാണ് ലൈംഗിക ബന്ധം ഉണ്ടാകുന്നത്. ലൈംഗിക ബന്ധം വിവാഹത്തിന് മുൻപോ ശേഷമോ ഒക്കെ ഉണ്ടാകാം. എന്നാലും വിവാഹത്തിന് ശേഷം നടക്കുന്ന ലൈംഗിക ബന്ധത്തിന് എന്താണ് വ്യത്യാസം വരുന്നത്? വിവാഹത്തിന് ശേഷം ഇത് തുടർച്ചയാകും. എല്ലാ ദിവസങ്ങളിലും ഇവർ തമ്മിൽ കാണുന്നുണ്ട്, സംസാരിക്കുന്നത് തുടർച്ചയായിട്ട് നടക്കുന്നുണ്ട്. ഫിസിക്കലി ഉള്ള മൊമെന്റ്സും എല്ലാം വന്ന് പോയി തലച്ചോറ് അതുമായിട്ട് ഏകദേശം അഡ്ജസ്റ്റ് ആകും. തലച്ചോറിന് അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. ആ ഡോപ്പമീൻ റഷ് എന്ന് പറയുന്ന അവസ്ഥയൊക്കെ ഇല്ലാതാവും. ചെറിയൊരു അളവിൽ സ്റ്റേബിൾ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. പ്രണയവും ഇന്റിമസിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ അത് മതിയാകും എന്നുള്ള ഒരു സ്റ്റേജ് ആണ്. ആ സമയത്ത് മറ്റൊരു ഹോർമോൺ ആണ് ഈ പ്രണയത്തിന്റെ കൺട്രോൾ ഏറ്റെടുക്കുന്നത്, ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് ലവ് ഹോർമോൺ തന്നെയാണ്. പക്ഷെ പ്രോബ്ലം എന്താണ്? ഡോപ്പമീൻ തരുന്നത് പോലുള്ള എക്സ്ട്രാ ഓർഡിനറി ഫീലിങ്സ് ഓക്സിറ്റോസിന് തരാനായിട്ട് പറ്റത്തില്ല.